ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ലവോദിക്യ സഭയെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് അതിൻ്റെ 17-18 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സസ് 17 and 18. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ധരിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും. കഴിഞ്ഞ ആഴ്ച നാം ഓർത്തത് ലവോദിക്യ സഭയുടെ ഒരു കുറവ് കർത്താവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ഉമിണ്ണുകളയും അല്ലെങ്കിൽ പ്രയോജനരഹിതമായി തീരും എന്ന് പറഞ്ഞ കാര്യം നാം ഓർക്കുകയുണ്ടായി. ഇന്ന് വായിച്ച ഈ 2 വാക്യങ്ങൾ നാം ഒന്നിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പിന്നെയും അവരുടെ കുറവുകളെ കർത്താവ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. ആ 17-ാമത്തെ വാക്യത്തിൽ കുറവുകൾ പറയുമ്പോൾ തന്നെ 18-ാമത്തെ വാക്യത്തിൽ അതിന്റെ പരിഹാരമാർഗം കൂടെ പറഞ്ഞു കൊടുക്കുക. അത് കർത്താവിന്റെ ഒരു വലിയ കരുണയാണ്, വലിയ സ്നേഹമാണ്. കുറവ് പറഞ്ഞ് അങ്ങ് വിടുകയല്ല, അതിനുള്ള പരിഹാരമാർഗം കൂടെ കർത്താവ് പറയുന്നുണ്ട്. നാം ആ 17-ാമത്തെ വാക്യത്തിലെ ഓരോ കാര്യം വായിക്കുമ്പോൾ 18-ാം വാക്യം കൂടെ വായിച്ച് അതിന്റെ പരിഹാരമാർഗം കൂടെ ഒന്നിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകാം. നോക്കിയ 17-ാമത്തെ വാക്യം സഭ പറയുന്നത് ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ആ അവസ്ഥയിലല്ല എന്ന് കർത്താവ് പറയുന്നത്. അവിടെ 2 വാക്ക് പറഞ്ഞേക്കുന്നത് ഞാൻ, എനിക്ക്. ഞാൻ ധനവാൻ, എനിക്ക് മുട്ടില്ല എന്ന് അവരൊക്കെ പറയുക. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്ത ഒരു പ്രത്യേക വിഷയം, ഒരു സമ്പന്ന ദേശമാണ് ലവോദിക്യ. അവരുടെ ബിസിനസ് കൊണ്ടും മറ്റും അവര് സമ്പന്നരാണ്. അപ്പം ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അത് ധനിയന്മാർക്കുള്ള ഉണ്ടാകാവുന്ന ഒരു പരാജയമാണ്. അത് അവരെ സംബന്ധിച്ച് മാത്രമല്ല. കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ ധനവാന്മാർ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് ബുദ്ധിമുട്ടാണല്ലോ എന്നാണ് ശിഷ്യന്മാർ ചോദിച്ചത്. അപ്പോൾ ധനവാന്മാര് ഏത് സമയത്തും പൊതുവെ പറഞ്ഞാൽ, എല്ലാവരും എന്നല്ല, പൊതുവെ പറഞ്ഞാൽ ദൈവദിനത്തോട് പുറം കാട്ടുന്നവരാ, വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കുന്നവരാ. അപ്പോൾ തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം ധനവാന്മാരെ ഭക്തന്മാരായി ജീവിച്ചവരുണ്ട്. അബ്രഹാം മഹാധനികനായിരുന്നു, യോബ് മഹാധനികനായിരുന്നു, പുതിയ നിയമത്തിലെ യോസഫ്, അരുമത്തിക്കാരൻ യോസഫ് ധനികനായിരുന്നു. അവരൊക്കെ ഭക്തിയോട് ജീവിച്ചവരുമാണ്. അപ്പൊ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, പൊതുവായ ഒരു വാക്കാണ്. ധനവാന്മാർക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ട്. പക്ഷെ വിശ്വാസ സമൂഹത്തിൽ ആ മനോഭാവം പാടില്ല, സഭയ്ക്കൊട്ടും പാടില്ല. എണ്ണത്തിൽ കൂടുതലുള്ള സഭകൾ നമ്മുടെ മധ്യം ഉണ്ടല്ലോ. എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഉണ്ട്, ഞങ്ങൾ വലിയ കൂടിയ എണ്ണമുള്ളവരാ, ഞങ്ങളുടെ സ്തോത്രാവശ്യമൊക്കെ ഒത്തിരി ഉണ്ട് എന്നൊക്കെയുള്ള ചിന്ത ചിലർക്കൊക്കെ സംസാരത്തിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. മഹാ അബദ്ധമാണ്. അതല്ല നമ്മുടെ സമ്പത്ത്. ഒരു വിശ്വാസിയുടെ സമ്പത്ത്, ഒരു സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ആത്മീയ സമ്പത്താണ്. ദൈവം അതാണ് കണക്കാക്കുന്നത്. ഇവിടെ പറയുന്നത് ഞാൻ സമ്പന്നൻ, എനിക്ക് മുട്ടില്ല. മുട്ടില്ലാത്ത ആർക്കാ വാസ്തവത്തിൽ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടില്ലാത്തത് കർത്താവിനെ യഥാർത്ഥ ഇടയനായിട്ട് അംഗീകരിച്ച് അവന്റെ കൈക്കീഴിൽ ഒരാടിനെ പോലെ ശാന്തമായി പോകുന്നവർക്കാ. അല്ലാത്തവർക്ക് മുട്ടുണ്ടാകും. മുടിയപുത്രൻ നമ്മൾ പറയുന്നവനെ അറിയാമല്ലോ, പണമെല്ലാം ചിലവാക്കി, എല്ലാം നഷ്ടപ്പെട്ടു, ദേശത്ത് ക്ഷാമമുണ്ടായി, അവന് മുട്ട് വന്നു തുടങ്ങിയെന്ന വാക്യം. മുട്ട് വന്നു തുടങ്ങി. അതിന്റെ അർത്ഥം എന്നാ? അവന് ന്യായമായിട്ട് അവൻ സ്വന്തമായിട്ടങ്ങ് ജീവിക്കുക. അവന്റെ ഇടയൻ കർത്താവൊന്നുമല്ല, അവന്റെ അപ്പനുമല്ല. അപ്പോ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ അപാകത ആ കർത്താവായിട്ടുള്ള ബന്ധത്തിലുണ്ട്. അത് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. കർത്താവ് തന്നെ പറയുന്നുണ്ട് കാര്യം. ആ ബന്ധം
സുദൃഢമാക്കാതെ ബലപ്പെടുത്താതെ ജീവിക്കുന്ന സഭകള് സ്വയമായിട്ടങ്ങ് തൃപ്തി അടയുക, ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല എന്നുള്ളത്. അത് തെറ്റായ കാര്യമാണ്. അപ്പൊ കർത്താവ് അതിന് പറയുന്ന മറുപടി, നീ എന്നോട് ചിലതൊക്കെ വാങ്ങിച്ച് നിന്റെ സമ്പത്ത് സൂക്ഷിക്കണമെന്ന്. നമ്മൾ അതിന് മുമ്പ് തന്നെ എന്നൊരു കാര്യം കൂടെ പറയട്ടെ. കർത്താവിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, അവൻ സമ്പന്നനാണ്, എനിക്ക് എന്റെ കൃഷി വിളഞ്ഞു, ഞാനതെല്ലാം കൂടെ കൊയ്ത് കൂട്ടി കളപ്പരയെ കൂട്ടി വെക്കും, ആണ്ടോടാണ്ട് കഴിക്കാനുണ്ട്, എന്നിട്ട് ഞാൻ പറയും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവൻ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. കർത്താവിന്റെ ചോദ്യം, മൂഢ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിങ്ങൾ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? ഈ വാക്യത്തെ സംബന്ധിച്ച് വാക്ക് നമുക്ക് നോക്കാം. ലൂക്കോസ് 12-ാം അധ്യായം. അവിടെ കർത്താവ് അതിന് മറുപടി പറയുമ്പോൾ ശിഷ്യന്മാർക്കൂടെ ബോധ്യത്തിൽപ്പെടത്തക്കവണ്ണം പറയുന്നൊരു വാക്കുണ്ട്. ലൂക്ക് 12:21, 12-ന്റെ 21-ാമത്തെ വാക്യം. അവിടെ ഒരു സമ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവരുടെ കാര്യം ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ എവിടെയാ സമ്പന്നനാകേണ്ടത്? ദൈവവിഷയമായിട്ടാ, ആത്മീയമായിട്ടാ. അല്ലാതെ കുറെ സമ്പത്തുണ്ടാക്കി അത് കൂട്ടിവെച്ചിട്ട് കാര്യമില്ലെന്ന് കർത്താവ് അത് തെളിച്ചു പറയാം. ഇപ്പൊ സമ്പത്ത് സ്വർഗത്തിൽ പോകുവാൻ തടസ്സമായിരിക്കുന്നില്ല. സമ്പത്ത് സ്വർഗത്തിൽ പോകാൻ തടസ്സമായിരിക്കുന്നില്ല. എന്നാൽ സമ്പത്തുള്ളത് കൊണ്ട് അതിലങ്ങ് തൃപ്തി അടഞ്ഞിട്ട് ഉള്ള ആത്മീയ ജീവിതമൊക്കെ മതി എന്ന് പറയുന്നത് അബദ്ധം. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കർത്താവിന്റെ പർവ്വതപ്രസംഗത്തിൽ പറയുകയുണ്ടായി, പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം. അപ്പൊ ഇവിടെ കുറെ ബാലൻസ് വെക്കുന്ന നല്ല വിഷയം. ഉള്ളതെല്ലാം കൊണ്ട് ബാങ്കിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പാസ്ബുക്ക് എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് മാത്രം ഉണ്ടെന്ന് അതിലങ്ങ് തൃപ്തി അടയുക. ഇന്ന് രാത്രി ആ സഹോദരന്റെ ആത്മാവിന്റെ ദൈവം തിരിച്ചു വിളിച്ചാൽ ഈ പാസ്ബുക്ക് കൊണ്ടുപോകുമോ? ഒരു വിശ്വാസി, ഒരു സഭ വരുമാനം, സാമ്പത്തിക വരുമാനം ദൈവത്തിന്റെ വചനപ്രകാരം വേണ്ടവണ്ണം വിനിയോഗിച്ചാൽ, കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ, പങ്കുവെക്കേണ്ടത് പങ്കുവെച്ചാൽ അധികം സമ്പത്ത് ബാലൻസ് വരത്തില്ല. മനസ്സിലായോ? ഇപ്പോഴും പലരും പണ്ടത്തെ പ്രമാണം പ്രകാരിച്ച് ആ 10% എണ്ണി അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഒത്തിരി മിച്ചം വരുന്നതും ബാങ്ക് ബാലൻസ് വരുന്നതും. എന്നിട്ട് ഈ പാസ്ബുക്ക് നോക്കിയിട്ടൊക്കെ സന്തോഷിക്കുക. ഇതൊന്നും കൊണ്ടുപോകത്തില്ല. ആ സമ്പത്ത് തല്ലിവിടുത്ത വിഷയം. കർത്താവ് പറയുന്നത്, നീ കൊടുക്ക്, നീ ചെയ്യ്, നീ ചെലവാക്ക്, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം, അപ്പോൾ നീ സമ്പന്നനാകും. കർത്താവ് ഇങ്ങനെ ആ ദൈവാലയത്തിന് മുമ്പിലിരിക്കുമ്പോൾ ധാരാളം ആൾക്കാർ വന്ന് ആ വഞ്ചിക്കകത്ത് പണമിടുന്നു. ദൈവാലയത്തിന്റെ മുമ്പിൽ സാധാരണ മനുഷ്യരും പണക്കാരും ഒക്കെ വരുന്നുണ്ട്. അവരുടെ പ്രാപ്തി പോലിട്ടു. ധാരാളം ഇട്ടവരുണ്ട്. അവരെ ഒന്നും കർത്താവ് കുറ്റം പറഞ്ഞില്ല. അതൊക്കെ ഇടണം, ആവശ്യമാണ്. ഒരു സ്ത്രീ വന്നിട്ടു 2 കാശ്. കർത്താവ് പറഞ്ഞു, അവൾ ഇവരെക്കാൾ ഏറ്റവും അധികം ഇട്ടിരിക്കുന്നു. കാരണം എന്നാ? അവൾ ഇട്ടത് അവളുടെ സമ്പത്തിൽ നിന്നല്ല, വരുമാനത്തിൽ നിന്നല്ല, പിന്നെ ഉള്ളത് മുഴുവൻ ഇട്ടു. അവളാ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ധനികാരിക്കുന്ന സ്ത്രീ. മറ്റവരെ മോശക്കാരെന്ന് പറഞ്ഞില്ല, തെറ്റെന്ന് പറഞ്ഞില്ല. അവർ കൊടുത്തതിന് പ്രതിഫലം കിട്ടും. പക്ഷെ അവർ കൊടുത്തത് അവരുടെ വരുമാനത്തിന്റെ ഒരു പങ്കാണ്. അത് ന്യായമാണ്. ഇവിടെ കൊടുത്തത് ന്യായത്തിനപ്പുറമാണ്. പ്രാപ്തി പോലെയും പ്രാപ്തി മീതെയും അങ്ങനെ അവൾ കൊടുത്തത്. അവിടെയാണ് സമ്പത്ത് എന്ന വിഷയം വരുന്നത്. നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടുന്നത് അതല്ലല്ലോ. ഇനി കർത്താവിന്റെ പരിഹാരം പറഞ്ഞ എന്താ? 18-ാമത്തെ വാക്യം. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുക. അപ്പൊ പൊന്നാണ് ഏറ്റവും വിലപ്പെട്ടത്. അന്നും ഇന്നും പൊന്നാണ് ഏറ്റവും വിലയുള്ള വസ്തു. അതാണല്ലോ ആൾക്കാർ അത് ശേഖരിച്ച് വെക്കുന്നത്. അത് പണയം വെക്കാൻ ഉപയോഗിക്കാം, വിൽക്കാൻ ഉപയോഗിക്കാം, ആവശ്യം വന്ന പല കാര്യങ്ങൾ ചെയ്യും. ആ പൊന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എന്താണെന്നറിയാം. ദൈവത്തിന്റെ വചനം 19-ാം സങ്കീർത്തനത്തിന്റെ വായിക്കണ്ട, നമുക്കറിയാവുന്ന കാര്യമാണ്. 7-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 119-ാം സങ്കീർത്തനം 72-ാമത്തെ വാക്യത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ വചനം, ദൈവത്തിന്റെ വചനം പൊന്നുപോലെയാ, 7 പ്രാവശ്യം ഉലയിൽ ഉരുക്കി ശുദ്ധി ചെയ്ത പൊന്നുപോലെയാ. അപ്പൊ അതിന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ, അത് പെർഫെക്റ്റാ, കളങ്കമില്ലാത്തതാ. അത് നാം പ്രാപിക്കുക, അത് നാം അനുസരിക്കുക, അതുപോലെ ജീവിക്കുക. അതുപോലെ സമ്പത്ത് വേറൊന്നുമില്ല. നമ്മൾ സ്വരൂപിച്ചു വെക്കേണ്ടത് ഹൃദയത്തിലാണ്.
ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ട്രഷറായിട്ട്, സമ്പത്തായിട്ട് സ്വരൂപിച്ചു വെക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു, കീപ്പ് ചെയ്യുന്നു, ട്രഷർ ചെയ്യുന്നു. അതാ നമ്മൾ സ്വരൂപിക്കേണ്ടത്. നമ്മുടെ സമ്പത്ത് അതാ. മറ്റ് സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായതുകൊണ്ട് പണം വേണ്ടെന്നല്ല പറഞ്ഞതിന്റെ ആശയം. പണം വേണം, പണം അത്യാവശ്യമാണ്, പണമില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വിഷയത്തിൽ ഇവര് പരാജയപ്പെട്ടു. അപ്പം ദൈവത്തിന്റെ വചനത്തോടുള്ള നല്ല മനോഭാവമാണ് ഇവിടെ പറയുന്നത്. നീ എന്നോട് വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും അവസാനം ഒരു വാക്കുകൊണ്ട്. വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ സൗകര്യം പോലെ ബൈബിൾ വായിക്കുക എന്ന ആശയമല്ല. സമയമുണ്ടെങ്കിൽ മീറ്റിങ്ങുകൾക്ക്, ക്ലാസ്സുകൾക്ക് പോകുന്ന ആശയമല്ല. സമയം വിനിയോഗിച്ച് ബന്ധപ്പെട്ട് എത്ര ബുദ്ധിമുട്ടിയാലും സമയം ചെലവഴിച്ച് വായിക്കുക, പ്രാർത്ഥിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, അത് പാലിക്കാനായിട്ട് ശ്രമിക്കുക. അത് വിലയുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ സമയം ഒരു നിമിഷത്തിന് വിലയുള്ളതാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, ജോലി ചെയ്തോട് ചോദിച്ചാൽ അറിയാം, യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം. ഓരോ നിമിഷവും വിലയുള്ളതാണ്. നീ വിലയ്ക്ക് വാങ്ങണം. ചുമ്മാതെ ശൗര്യമുള്ളപ്പോൾ ഒരു പേജ് തിരിച്ചു വെച്ച് വായിച്ചാലൊന്നും ഒരുത്തർക്കും ഇത് വെള്ളി പോലെ പൊന്നുപോലെ ആയി തോന്നത്തില്ല. അതിനെ പൊന്നുപോലെ സ്വീകരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് മുമ്പായി ഇരിക്കണം, കർത്താവിൽ നിന്ന് പ്രാപിക്കണം, അത് പാലിക്കണം. അപ്പോൾ നീ ആരാകും? സമ്പന്നനാകും. കർത്താവ് ലളിതമായിട്ട് പറഞ്ഞു, പൊന്ന് എന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക. ഇനി പൊന്നെന്ന് പറയുമ്പോൾ വേറൊരു ആശയം കൂടി ഉണ്ട്. ആ വാക്ക് വായിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഒരു വാക്ക് വിശ്വാസികളോട് പറയുന്നത്, കഠിനമായ പ്രതികൂല സാഹചര്യം അനുഭവിക്കുന്ന സമയമാണ് ചക്രവർത്തിമാരിൽ നിന്ന്. ആ സമയത്ത് അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാക്കാണ് 1 Peter chapter 1:7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. പരിശോധന, പരീക്ഷ, ടെസ്റ്റ്, കഷ്ടത, അങ്ങനെ പറയാം. വിലയേറിയത, പൊന്നിനേക്കാളും വിലയേറിയത. കഷ്ടത വരുന്ന എപ്പോഴെന്നറിയാമോ? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാവും. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ കാര്യമാണ്. 1 തിമോത്തിയോസ് 2:13 പറഞ്ഞിട്ടുണ്ട്, വായിക്കണ്ട. ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഭക്തിയോട് ജീവിക്കുന്നത്? ഭക്തിയോട് ജീവിക്കണമെങ്കിൽ വചനത്തിലുള്ള അറിവുണ്ടായിരിക്കണം, വചനം പാലിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കണം. വചനം പാലിക്കുമ്പോഴേ ഉള്ളൂ പ്രതികൂലം. വചനം പാലിച്ചിട്ട് എന്താ പ്രതികൂലം? നമ്മൾ വചനം പഠിച്ചതുകൊണ്ടോ വചനം പ്രസംഗിച്ചതുകൊണ്ടോ പ്രതികൂലം ഉണ്ടാകത്തില്ല. വചനം പാലിക്കുമ്പോഴാണ് പലർക്കും അതിനോട് യോജിക്കാൻ കഴിയാതെ വരും. നമുക്ക് പ്രതികൂലം ഉണ്ടാകും, കഷ്ടമുണ്ടാകും. അപ്പോൾ അവിടെയാ പറയുന്നത്, ആ കഷ്ടത ശുദ്ധി ചെയ്ത പൊന്നുപോലെയാണ്. ഇപ്പൊ 2 കാര്യം ഓർത്തിരിക്കുക. സമ്പന്നനാകാനുള്ള 2 മാർഗം. 1, വചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം വിശ്വസ്തമായിരിക്കണം, മെച്ചമായിരിക്കണം. 2, അത് പാലിക്കുമ്പോഴുണ്ടാകുന്ന കഷ്ടതയോട് നമ്മുടെ മനോഭാവം അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ കഷ്ടത എന്നെ ഇയ്യോബ് എന്താ പറഞ്ഞത്? എന്നെ ശോധന അഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. 23-ാം അധ്യായത്തിലുണ്ട് ഇയ്യോബിന്റെ പുസ്തകം. അപ്പൊ ഇയ്യോബ് പറയുന്നതും എന്നിൽ എന്തോ കുഴപ്പമുണ്ടെന്നാ താൻ സമ്മതിച്ചു. ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പോൾ ഈ 2 കാര്യം മനസ്സിലിരിക്കട്ടെ. സമ്പന്നൻ എന്ന് പറഞ്ഞ് ആരും പുകഴ്ച പറയാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞെങ്കിൽ തെറ്റാണ്. എന്റെ അടുത്ത് വന്നിട്ട് നീ സമ്പന്നനാകേണ്ടതിന് എന്നോട് പൊന്ന് വിലയ്ക്ക് വാങ്ങുക. പൊന്ന് ദൈവത്തിന്റെ വചന പൊന്നാണ്. 2, കഷ്ടത സമം പൊന്നിന് തുല്യമാണ്. അപ്പൊ ഈ 2 കാര്യം ഓർത്താൽ മതി, നമ്മളെ സമ്പന്നരാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരുടെ ജീവിതത്തിൽ കഷ്ടതയോ രോഗമോ പ്രതികൂലമോ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ധൈര്യപ്പെട്ടാൽ അത് പൊന്നിന് തുല്യമായിരിക്കും. പൊന്നിന് തുല്യമായിരിക്കും, നമ്മളെ സമ്പന്നരാക്കി തീർക്കും. ഇനിയും 17-ാം വാക്യം ഒന്നുകൂടി നോക്കിക്കേ. വെളിപ്പാട് പുസ്തകം അവിടെ പറയുന്നത്, നീ നിർഭാഗ്യനെന്നാ. നിർഭാഗ്യൻ. സമ്പന്നനാണെന്ന് നീ പറയുന്നതേ ഉള്ളൂ, എന്റെ ദൃഷ്ടിയിൽ നീ നിർഭാഗ്യനാണ്. നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭാഗ്യത്തിന് വിരുദ്ധമായ വാക്കാം. നമ്മൾ ഈ ഭാഗ്യം പറയാൻ ഒത്തിരി താല്പര്യപ്പെടുന്നവരാ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനം നോക്കിക്കുക. 32-ാം സങ്കീർത്തനം. എല്ലാവർക്കും കാണാൻ അറിയുന്ന സങ്കീർത്തനമാണ്, പക്ഷെ വായിക്കണം. എന്ന് പറഞ്ഞേക്കുന്നത് 1-ാമത്തെ വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ. ഇത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പറയാനും ഇഷ്ടമാണ്, വായിക്കാനും ഇഷ്ടമാണ്. പക്ഷേ അടുത്ത വാക്യം എന്നാ?
അപ്പോ 2 പ്രാവശ്യം ഭാഗ്യം പറഞ്ഞു. ഒന്നാമത്തെ ഭാഗ്യം രക്ഷയെക്കുറിച്ചാണ്. ദൈവം അതങ്ങ് ക്ഷമിച്ചു, ദൈവം മറച്ചു. എങ്ങനെ മറച്ചു? തന്റെ മരണം അടക്കം പുനരുത്ഥാനത്താൽ മറച്ചു. 5 വയസ്സ് നമുക്ക് ചെലവില്ല, നമ്മൾ കഷ്ടപ്പെട്ടില്ല, വിശ്വസിച്ചതേ ഉള്ളൂ. വിശ്വാസത്താൽ രക്ഷ കിട്ടി, ഭാഗ്യമായി, ഒന്നും ബുദ്ധിമുട്ടുമില്ല. അടുത്ത ഭാഗ്യം അങ്ങനെയല്ല. അടുത്ത ഭാഗ്യം അകൃത്യം ഉണ്ടാകാൻ പാടില്ല, കാപട്യം ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടായാൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മൾ ആരാകും? ഭാഗ്യവാൻ. അതേത് ഭാഗ്യമാ? പ്രായോഗിക ജീവിതത്തിലെ ഭാഗ്യാവസ്ഥ. മനസ്സിലായോ? മറ്റേ പൊസിഷനില്ല, സ്ഥാനീയമായിട്ടുള്ളതാ. ഒന്നാമത്തെ വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്, നമുക്കത് സന്തോഷമാണ്. 2ാം വാക്യം ചേർത്തുള്ളതാ. അതാണ് ഇവിടുത്തെ വിഷയം. നീ നീ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെട്ടവനാ. നിന്റെ ആ ഭാഗ്യാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല, മാറ്റം വരികയില്ല. പക്ഷെ അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയോട് നീ ചിന്തിക്കണം. ആ ഭാഗ്യാവസ്ഥയിൽ തുടരണം, പ്രായോഗികമായിട്ട് തുടരണം. വിശ്വാസത്തിൽ വന്നാൽ മാത്രം പോരാ. പൗലോസ് പറഞ്ഞു വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇനി അതുപോലൊരു വാക്യമാ, അത് വായിക്കാതെ ഞാൻ പറയാം. 1-ാം സങ്കീർത്തനം എല്ലാവർക്കും കാണാൻ അറിയാമല്ലോ. ദുഷ്ടന്മാരുടെ അരൽപ്പാൽ നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരയാസത്തിൽ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ആ 3 കാര്യങ്ങൾ ഒരു വാക്യത്തിലാണ്. അടുത്തൊരു വാക്യങ്ങളുണ്ട്. ആ വാക്കൂടെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഭാഗ്യവാൻ. എന്തുവാ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പക്ഷെ ഇംഗ്ലീഷ് ആരംഭിക്കുന്നത് അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് തന്നെ ബ്ലെസ്ഡ് ഇസ് ദ മാൻ ഹു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഭാഗ്യവാനായ മനുഷ്യൻ ആരാണെന്നറിയാമോ? ഇന്ന കാര്യങ്ങൾ ചെയ്യാത്തവനും ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവനും എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. നമുക്ക് ആ ഭാഗ്യാവസ്ഥ 2ആയിട്ട് തിരിക്കണം. ഞാന് ദുഷ്ടന്റെ കൂടെ പോകുന്നില്ല, പാവയുടെ പോകുന്നില്ല, പരേസയുടെ പോകുന്നില്ല. നല്ല കാര്യമാണ്, അങ്ങനെ വേണം, അങ്ങനെ തന്നെ ജീവിക്കണം. പക്ഷെ അതുകൊണ്ട് മാത്രം ഭാഗ്യവാനായില്ലെന്ന് 1-ാം സങ്കീർത്തനത്തിൽ 2 വാക്യം ചേർത്ത പറഞ്ഞിരിക്കുന്ന ഭാഗ്യവാൻ എന്ത് ചെയ്യണം? അത് ചെയ്യാതിരിക്കുകയും വേണം. പിന്നെന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിക്കണം, രാപ്പകൽ ധ്യാനിക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? മൊബൈൽ ഓൺ ചെയ്യണം. അതോ? ഒരു വാക്കിന് നന്ദി പറയണം കർത്താവായിട്ട് തുടങ്ങുക ജീവിതം. യാത്ര ചെയ്യുമ്പോഴും കർത്താവിനോട് ചെയ്യുന്നു, ദൈവത്തോട് നന്ദിയുള്ള യാത്ര ചെയ്യണം. ജോലി ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാം, പഠിക്കുമ്പോഴും അങ്ങനെ ചെയ്യാം. എവിടെയായിരുന്നാലും കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് പോവുക. രാവിലെ വായിക്കുന്ന, രാവിലെ പഠിക്കുന്ന, രാവിലെ ധ്യാനിക്കുന്ന വാക്ക് ഹൃദയത്തിരിക്കും. അതുകൊണ്ട് വൈകോളം നടക്കുന്നത്. വൈകിട്ട് എല്ലാം കഴിഞ്ഞ് ക്ഷീണമാണെങ്കിൽ പോലും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ തുടങ്ങുമ്പോഴും വ്യക്തിപരമായിട്ട് പിന്നെയും ദൈവത്തോട് ഒരു വാക്ക് പറയുക. പകൽ അനുഭവിച്ച നന്മയുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കിടക്കുക. അതോ നാളത്തെ കാര്യം ഓർത്തുകൊണ്ടാണ് കിടക്കുന്നത്? നാളെ നേരം വെളുത്ത അടുത്ത പരിപാടി എന്താ? നമുക്ക് ശരിയാ, ഒത്തിരി കഷ്ടപ്പാട് നമുക്കുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ആവശ്യമുണ്ട്. അത് ഓർത്തല്ല കിടക്കേണ്ടത്. ഇന്ന് പകൽ അനുഭവിച്ച് നന്മ ഓർത്ത് കിടന്നാൽ ഒരു സ്തോത്രം പറഞ്ഞു കിടക്കാൻ പറ്റും. കണ്ണു തുറക്കുമ്പോൾ നമുക്ക് അടുത്ത കാര്യം ചെയ്യാമെന്ന്. രാപ്പകൽ ധ്യാനിക്കാൻ പറഞ്ഞതിന്റെ ആശയം അതുകൂടിയാണ്. അതുകൂടെ ചെയ്യാത്തവൻ ആരല്ല? അത് പറയുമ്പം അത് അങ്ങനെ പറയാൻ പറ്റുമെന്നൊക്കെ സംശയം വരും. അത് ഞാൻ വേറെ വാചകം പറയാം. പാർഷ്യൽ ഒബീഡിയന്റ് ഇത് ഡിസൊബീഡിയന്റ്. പാർഷ്യൽ ഒബീഡിയന്റ് ഈസ് ഡിസൊബീഡിയന്റ്. ഭാഗികമായ അനുസരണക്കേടാണ്. മനസ്സിലായോ? വീട്ടിലാണെ പറ്റും, പകുതി അനുസരിച്ചാൽ മതി, പപ്പ ദേഷ്യപ്പെടുവന്നേ ഉള്ളൂ. സ്കൂളിലാണെങ്കിലും പറ്റും, പകുതി അനുസരിച്ചാൽ മതി, മാർക്ക് പറയുമെന്നേ ഉള്ളൂ. കർത്താവിനടുത്ത് വരത്തില്ല. പകുതി അനുസരിക്കുന്നത് അനുസരണക്കേടാണ്. അപ്പം ആ ഭാഗ്യാവസ്ഥ നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ഈ പറഞ്ഞു പോലെ നീ നിർഭാഗ്യവാൻ. ഇവർക്ക് പറ്റിയ കുഴപ്പമാണ്. ഇവർക്ക് സമ്പത്തുണ്ട്, കമ്പനിയുണ്ട്, ബിസിനസ്സുണ്ട്, എല്ലാ സ്തോത്രാഴ്ച ഒത്തിരിയുണ്ട്, ഇതൊക്കെ സത്യമാണ്. പക്ഷെ അവർ അതിലങ്ങ് പുകഴുക. കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. നീ വചനവുമായിട്ട് നിനക്ക് ബന്ധമില്ല, നീ വചനം പാലിക്കുന്നതുകൊണ്ട് കഷ്ടതയില്ല. നീ നിർഭാഗ്യവാൻ എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നിർഭാഗ്യവാന്മാരാണോ? ഇനി വിശദമായിട്ടങ്ങ് പറയാം, സമയം പോയാലും വേണ്ടിയില്ല, പിന്നെ ക്ലാസ് എടുക്കാമല്ലോ. കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പറയുന്നു, മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം. 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ കുറേ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ എന്നെടുത്തിയ ഭാഗം മാത്യു ചാപ്റ്റർ 5. അവിടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് തുടങ്ങുന്നു. ഇതിൽ വേറൊരു വാക്ക് പറയുന്നത്
ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പരമാനന്ദം ലക്ഷ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. പരമാനന്ദം ലക്ഷ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. ഞാനതിനെ എന്റെ ബുദ്ധിയിൽ നിന്ന് പറയുക ശരിയാണെന്ന് എനിക്കറിയത്തില്ല. രണ്ടായിട്ടും തരംതിരിക്കാൻ പോവാം. ബിയാറ്റിറ്റ്യൂഡ്, ബി ആറ്റിറ്റ്യൂഡ്, അതായത് മനോഭാവമുള്ളവരായിരിക്കും. അത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല പറയുന്നത്. എന്തായാലും അങ്ങനെ എന്റെ ഹൃദയത്തിൽ വന്നതാ. എന്താണെന്നറിയാമോ? നോക്കിവിടെ പറഞ്ഞേക്കുന്നത് മത്തായി 5:3, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ് എന്ന. സ്പിരിച്വലി പൂർ എന്നല്ല പറഞ്ഞത്. ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞത് രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമാണ്. ഇവിടെ പറഞ്ഞ ആത്മീയ ദാരിദ്ര്യമല്ല, ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ എന്റെ ആശയം ചോദിച്ചാൽ, എനിക്ക് ആത്മീയമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുണ്ട്, ആവശ്യമുണ്ട്. സഭയിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അതിന് തക്കവണ്ണമുള്ള ആത്മീയ പ്രാപ്തി പരിജ്ഞാനം എനിക്ക് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ആ ദാരിദ്ര്യമുള്ളവൻ ഭാഗ്യവാനെന്ന്. അതെങ്ങനെ ഭാഗ്യവാനാകുന്നത്? അവൻ പ്രാർത്ഥിക്കും, കർത്താവേ സഹായിക്കണം, ഞാൻ വായിക്കുമ്പോൾ എനിക്കത് ബോധ്യപ്പെടുത്തണം, പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തണം, എനിക്ക് കുറച്ചുകൂടി ചെയ്യണം, കുറച്ചുകൂടി ജീവിക്കണം, പ്രാർത്ഥിക്കും. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. രോഗമുള്ളവൻ ഭാഗ്യവാൻ. അതെങ്ങനെ ഭാഗ്യവാനാകുന്നേ? ഭാഗ്യവാനാകുന്നത് രോഗത്തെക്കുറിച്ച് അവൻ ആദ്യം ബോധ്യം വരണം, രണ്ടാമതൊരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കണം. അതാണ് അതിന്റെ അർത്ഥം. രോഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യമായില്ല. രോഗം ബോധ്യപ്പെടണം. ഈ രോഗം മരുന്ന് കഴിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് അവന് ബോധ്യപ്പെടണം. പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കണം. അപ്പോഴവൻ ഭാഗ്യവാനാകുന്നു എന്ന് പറഞ്ഞ പോലെ എഴുതും. അങ്ങനെ ഓരോ നമ്മൾ ചിന്തിച്ചു വന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ആശ്രയിച്ചാണ് ഈ ഭാഗ്യാവസ്ഥ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി വീട്ടിൽ പോരുന്നത് വായിച്ച് ബാക്കി കാര്യം, മത്തായി 5 ബാക്കി കാര്യം നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ പോരുന്നത് വായിച്ച് മനസ്സിലാക്കിക്കും. അതിന് എല്ലാത്തിനും പിന്നിലുള്ള അർത്ഥം പോസിറ്റീവാണ്, നെഗറ്റീവല്ല. സൗമ്യത ഉണ്ടാക്കുന്ന ഭാഗ്യം എന്താ സൗമ്യത? ഞാനൊരു ഉദാഹരണം പറഞ്ഞ് മുമ്പോട്ട് പോകാം. അത് വിശദീകരിക്കാൻ പറ്റത്തില്ല. എന്താ സൗമ്യത? ഒരാളെ കാണുന്ന ഉടനെ ഇങ്ങനെ തലവെക്കൊന്ന് താഴ്ത്തി 2 കൈ കൊണ്ട് ഒന്ന് കൈ കൊടുക്കുക, അതാണോ? അങ്ങനെ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ സൗമ്യതയുള്ള ജനങ്ങളെ കാണിക്കാൻ എന്താ പാട്? ഒരു പാടുമില്ല. അവിടെ അല്ല വിഷയം. മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ. ആര് പറഞ്ഞതാ? ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാ. ദൈവം പറഞ്ഞ കാര്യമാണ്. എങ്ങനെ? എന്താ കാര്യം? തന്റെ സ്വന്തം സഹോദരനും സഹോദരിയും തനിക്കെതിരെ സംസാരിച്ചപ്പോൾ ഒറ്റ അക്ഷരം പോലും. അതാ സൗമ്യത. മോശ ആരാ? മോശ അവരുടെയും നേതാവാ, അഹരോന്റെയും മിര്യാമിന്റെയും നേതാവാ, ദൈവരാജ്ഞി നേതാവായിട്ടാ. അവന്റെ ആ സ്ഥാനം, അത് നമ്മൾ വേറെ വാക്ക് പറഞ്ഞാൽ മിസ്യൂസിംഗ് ദി അതോറിറ്റി, അധികാര ദുർവിനിയോഗം എന്ന് പറയും. താനത് ചെയ്തില്ല, വിനിയോഗിച്ചുമില്ല. ദുര്യോഗം ചെയ്യുന്നില്ല, വിനിയോഗിച്ചു പോലുമില്ല. ഞാൻ ആരെന്നറിയാമോ എന്ന് പോലും ചോദിച്ചില്ല. ഒറ്റ അക്ഷരം മിണ്ടാതെ അവിടെ ഇരുന്നു. അതാ സൗമ്യത. നല്ല സൗമ്യത. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരർത്ഥം കൊടുത്ത് ആ 5-ാം അധ്യായം പോയി ചിന്തിച്ചു നോക്കെ. നമ്മൾ ഭാഗ്യവാന്മാരാണോ നിർഭാഗ്യവാന്മാരാണോ എന്ന് അപ്പോൾ അറിയാൻ പറ്റും. അത് അവരവർക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോരൊക്കത്തില്ല. മുമ്പോട്ട് പോകാം. 17 ഒന്ന് നോക്കിക്കേ. റെവലേഷൻ ചാപ്റ്റർ 3:17 അവിടെ പറഞ്ഞേക്കുന്നത് നിർഭാഗ്യവാൻ. പിന്നെന്തുവാ? അരിഷ്ടൻ, റച്ചഡ് മാൻ. അരിഷ്ടൻ എന്നുള്ള വാക്ക് പൗലോസ് 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കതറിയാം. അത് ഒന്ന് റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലാണ്. നന്മ ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്, എന്നാൽ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്യുന്നത് എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഇങ്ങനെ കുറെ കാര്യം താൻ പറഞ്ഞിട്ട് പറയാ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ആ പറഞ്ഞതിന്റെ ആശയം, താനൊരു ആത്മീയനായിരിക്കുമ്പോൾ തന്നെ ചില ചിന്തകളെ, ചില ഭാരങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നു, മുൻപോട്ട് പോകാൻ തടസ്സമായിരിക്കുന്നു. താൻ ദൈവമുമ്പാകെ അങ്ങ് തകരുക, അത് മറച്ചു വയ്ക്കുകയല്ല. ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവർക്ക് ഈ ജഡത്തിന്റെ ചിന്ത ധാരാളമുണ്ട്. ആർക്കാ? ലൗകിക സഭയ്ക്ക്. കാരണം എന്നാ? ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, ഞങ്ങൾ സഹോദരന്മാർക്കൊന്നും ഒന്നിനും കുറവില്ല, നല്ല മീറ്റിംഗ് നടക്കുന്നുണ്ട്, ആത്മീയ കാര്യങ്ങൾ കുറവുണ്ടെന്നേ ഉള്ളൂ, മറ്റൊന്നിനും കുറവില്ല. അതുകൊണ്ട് അവരെ ആശ്രയിക്കുന്ന മിക്കവാറും എവിടെയാ? ജഡത്തിലാ. അവരോട് പറയാ, നീ അരിഷ്ടനാ. അത് കർത്താവ് പറഞ്ഞത്, അവരല്ല പറഞ്ഞത്. മറ്റേ പൗലോസാ പറഞ്ഞത്. വ്യത്യാസമുണ്ടല്ലോ. പൗലോസ് പറഞ്ഞപ്പോൾ താൻ തന്റെ കുറവ് സമ്മതിക്കുക. ലൗകികകാരെ സമ്മതിച്ചില്ല. സമ്മതിക്കാത്തതുകൊണ്ട് കർത്താവ് അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കുക, നീ അരിഷ്ടനാ.
പിന്നെ അരിഷ്ടൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വാക്ക് അത് വായിക്കണം. 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 19 വാക്യം. 15 അധ്യായം തന്നെ പുനരുത്ഥാനത്തിന്റെ അധ്യായം എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന വാക്കാണ് 1 Corinthians chapter 15 verse 19, 15-19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്താ എന്റെ ആശയം? അവിടെ പറയുന്നത്, പൗലോസ് പറയുന്നു, മരിച്ചവര് ഉയർക്കും. അതിന്റെ പ്രധാന കാരണം ക്രിസ്തു ഉയർത്തു, ക്രിസ്തു ആദ്യഫലമായിട്ട് വന്നു. ഇതെല്ലാം താൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അത് നമ്മൾ സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഈ കൊരിന്ത്യയിലെ ആൾക്കാരൊക്കെ 1 കൊരിന്ത്യർ 15-19 നമ്മൾ വായിച്ചത്. കൊരിന്ത്യയിലെ ആൾക്കാരൊക്കെ ഈ തലയായിട്ട് കേൾക്കുമെങ്കിലും പലതിനും പരിജ്ഞാനമില്ലാത്തവരായിരുന്നു, ഉൾക്കൊണ്ടിട്ടില്ല പലതുപോലെ. എല്ലാ ആൾക്കാരോടും ഉണ്ടായിരുന്നല്ലോ. ഈ സ്നാനത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടും അവർ വന്ന് ഒരിക്കൽ പറഞ്ഞു, ഈ സ്നാനപ്പെടലൊക്കെ ആവശ്യമാണ്, പക്ഷേ ഞങ്ങളുടെ ചില ആൾക്കാരൊക്കെ സ്നാനപ്പെടാതെ മരിച്ചുപോയി, ഞങ്ങൾ അവർക്ക് കൂടെ എങ്ങനെ സ്നാനപ്പെട്ടാലോ? അറിയാമോ? ചിലതോ ഈ അദ്ദേഹത്തിലുണ്ട്. അപ്പൊ അവരുടെ ആ വിശ്വാസം മരിച്ചുപോയവർ പോയി, അപ്പൊ എന്ത് ചെയ്യാനാ? അവർക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ അവർക്ക് വേണ്ടി സ്നാനപ്പെട്ടേക്കാം. അപ്പൊ സ്നാനത്തിന്റെ ഉപദേശം എന്ന് പറഞ്ഞ് മനസ്സിലായില്ലെന്ന് അതിന്റെ അർത്ഥം. ഇങ്ങനെ കേട്ടു, തലയാട്ടി, അത്രേ ഉള്ളൂ. ഇന്നുമുണ്ട് ഇങ്ങനത്തെ വിശ്വാസികൾ. അപ്പൊ പൗലോസ് ഒറ്റ വാക്കിൽ മറുപടി അങ്ങ് പറഞ്ഞു, മരിച്ചുപോയവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ സ്നാനപ്പെട്ടിട്ടും കാര്യമില്ല, തീർത്തു. താൻ പിന്നെ വിശദീകരിക്കാനേ പോയില്ല, അത് ഈ അദ്ദേഹത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ പുനരുത്ഥാന കാര്യത്തിന് ഇവർക്ക് അത്ര ഉറപ്പില്ല. ചിലർക്ക് ഇതൊക്കെ സംഭവിക്കുമോ എന്നാണ് ചിലരുടെ സംശയം. അവരോട് പറയാണ്, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ ആശ വെച്ചിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇന്ന് എന്നെ പരിപാലിച്ചോളും, നാളെ എന്നെ പരിപാലിച്ചോളും, അടുത്ത വർഷം എന്റെ കുഞ്ഞിനെ സ്കൂളിൽ പോയി ഞാൻ പരിപാലിച്ചോളും, ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രം ആശ വെച്ചവരാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരാ. എവിടെ ആശ വെക്കേണ്ടത്? ആശ വെക്കുകയാണെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ വേണ്ടത്. ഇപ്പോഴത്തെ കാര്യമല്ല. ഇപ്പോഴത്തെ കാര്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അങ്ങ് നടക്കത്തില്ല. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ എന്തുമാത്രം കഷ്ടവും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. നമ്മൾ പല സാഹചര്യത്തിലും പട്ടിണി കിടന്നിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. ഒരു വസ്ത്രം കൊണ്ടൊക്കെ ജീവിച്ചിട്ടില്ലേ? ഇപ്പൊ അങ്ങനെയാണോ? അല്ല. ഇപ്പോഴും ഇടയ്ക്ക് അങ്ങനെ വന്നാലും ചെയ്യും, വരും, അത്രേ ഉള്ളൂ. അത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചില്ല, അതുണ്ടാവും. എന്നാൽ ഇതല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ കർത്താവ് വരും, ഞാൻ മരിച്ചാൽ ഉയർക്കും, മരിച്ചില്ലെങ്കിൽ രൂപാന്തരപ്പെടും, പിന്നെ നിത്യതയുള്ള കർത്താവിനോട് കൂടിയ ആ പ്രത്യാശയാണ് നമ്മളെ ബലവാന്മാരാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അരിഷ്ടന്മാരാ. ഇവിടെ തിന്നെ കുടിക്കുക, ജീവിക്കുക, വസ്ത്രം ധരിക്കുക, പിള്ളേരെ വളർത്തുക, വീട് വയ്ക്കുക, വണ്ടി മേടിക്കുക, ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇവിടുന്ന് ശ്വാസം അങ്ങോട്ട് പോയാൽ ചണ്ടപ്പിളിച്ചൻ പറഞ്ഞ പോലെ കണ്ണാടി മാത്രം ബാക്കി കണ്ണ വെച്ച് വരും ആൾക്കാർ, വേറൊന്നും തരത്തില്ല, അത് പോകത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ പ്രത്യാശ എന്തുവാ? ശലോമോൻ പറഞ്ഞു, അവൻ സകലവും അതതിന്റെ സമയത്ത് നന്നായി ചെയ്തു, നിത്യത മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. നിത്യത വെച്ചിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്രമാത്രം ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു വാക്കുകൾ വായിച്ച് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, അവിടെ കാര്യം പൗലോസ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൊലോസ്യർ 3:1. മനസ്സിലായോ? ഭൂമിയിലുള്ളതല്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളത് നമ്മൾ ജീവിക്കുമ്പോൾ ആവശ്യമുണ്ട്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുക, ആത്മീയമായിട്ട് നമ്മൾ സ്വർഗത്തിലിരിക്കുക. ഇനി നമ്മുടെ പ്രതീക്ഷ എന്തുവാ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി വരും. ഏത് രക്ഷയാ? ശരീരത്തിന്റെ രക്ഷ, വീടെടുപ്പ്. രക്ഷിതാവ് വരും. അപ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് നമ്മുടെ പ്രത്യാശ. അപ്പൊ നമ്മളെവിടെ നോക്കിയിരിക്കുന്നത്? എവിടെയാ? സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു വരും പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കേണ്ട, ആക്ഷരികമായിട്ട് പറയാം, നോക്കിയിരിക്കേണ്ടത് എങ്ങോട്ടാ? സ്വർഗത്തിലേക്കാ. കിഴക്കുന്നൊരു വണ്ടി വരും, നമ്മൾ അവരെ നോക്കിയിരിക്കുക. നമ്മൾ പടിയായിട്ട് നോക്കി നിൽക്കുമോ? ഇല്ല, കിഴക്കോട്ട് നോക്കി. ഞാൻ ആശയത്തിലാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം നമ്മുടെ മനോഭാവം സ്വർഗീയമായ കാര്യത്തിലായിരിക്കണം, ഇവിടുത്തെ മാത്രമായിരിക്കാൻ പാടില്ല. ഭൂമി ജീവിക്കുമ്പോൾ ഭൂമി ജോലി ചെയ്യണം, യാത്ര ചെയ്യണം, പഠിക്കണം, എല്ലാ കാര്യം ചെയ്യണം. അതിനൊന്നും യാതൊരു തെറ്റുമില്ല. പൈസ വെറുതെ അവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കാതെ കൊണ്ട് ബാങ്കിലിടുന്നതിന് തെറ്റൊന്നുമില്ല.
പക്ഷെ ഉപയോഗിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അതേന്ന് പറഞ്ഞ് നടക്കരുത്, ഭൂമിയെന്ന് പറഞ്ഞ് നടക്കരുത്. ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന വിശ്വാസികൾ ആരാ? അരിഷ്ടന്മാരാ. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അരിഷ്ടരാണെന്ന് അവരോട് പറയുക. സഭയോട് ഒരു മയവും ഇല്ലാതെ പറയുന്നത്. കാരണം അവരുടെ സമ്പത്തിന്റെ കുറവുകൊണ്ടൊന്നുമല്ല, അവരുടെ മനോഭാവത്തിന്റെ കുറവുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനിയും 17 വാക്യം ഒന്നുകൂടെ വായിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? 3:17 അരിഷ്ടരും ദരിദ്രന്റെ കാര്യം ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ചിന്തിച്ചു. അതിനെക്കുറിച്ച് കുരുടനാ. എന്താ നിങ്ങള് കണ്ണ് കാണത്തില്ലെന്ന് അവരോട് പറയുന്നേ. അതിന് ശരിയായ ഭാഷ അതാ, നീ കണ്ടു കാണത്തില്ല. പൗലോസ് പറഞ്ഞു വിശ്വാസികളോട്, എഫെസോസിലെ വിശ്വാസികളോട്, നിങ്ങൾ മുൻപ് ഇരുളായിരുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ വെളിച്ചം. ഇരുളിൽ ആയിരുന്നു എന്നല്ല പറഞ്ഞത്. എഫെസർ 5:8 പറഞ്ഞേക്കുന്നത് നിങ്ങൾ മുമ്പ് ഇരുളായിരുന്നു, യു ആർ ഡാർക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ വെളിച്ചം. എന്നാൽ പത്രോസ് പറഞ്ഞേക്കുന്നത് വ്യത്യസ്തമായിട്ടാ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക്. അപ്പോൾ അവിടെ ഒരു വെളിച്ചം, ഒരു കാഴ്ച നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിൽ കൊണ്ടുവന്നു. ദൈവം നമ്മളെ ഇരുട്ട് എന്ന അവസ്ഥയിൽ നിന്ന് വെളിച്ചമാക്കി തീർത്തു. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിന് വെളിച്ചമാണെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ വെളിച്ചമാക്കി, നമ്മളെ വെളിച്ചത്തിലാക്കി. അതിന്റെ അർത്ഥം നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് ദൈവം തന്നു എന്നാണ് പറഞ്ഞതിന്റെ ആശയം. രക്ഷിക്കപ്പെടാത്തവർക്കുള്ളൊരു പരാജയത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞത് എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ, കർത്താവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൽ ദൈവമായ പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ കുരുടല്ല. അത് അവിശ്വാസിയുടെ കാര്യമാണ്. അവിശ്വാസികളുടെ സുവിശേഷം പറയുമ്പോൾ കർത്താവ് അവന് പ്രകാശം കൊടുത്തിട്ട് രക്ഷയിലേക്ക് കൊണ്ടുവരും. പിന്നെ അവൻ ആരാ? അവൻ വെളിച്ചമാണ്, വെളിച്ചത്തിലാണ്. പിന്നെ ഈ പറഞ്ഞതിന്റെ കാര്യം എന്തുവാ? ഈ പറഞ്ഞതിന് പിൻപൊരു കാരണമുണ്ട്. ആ കാരണം പറയണമെങ്കിൽ ലൂക്കോസ് സുവിശേഷം വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. അത് വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യമാണ്. ലൂക്ക് ചാപ്റ്റർ 11:35. നിങ്ങളിലുള്ള അല്ലയോ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. അത് നിന്നിലുള്ള എന്നുള്ള വാക്കാണ് വളരെ പ്രധാനപ്പെട്ടത്. നീ ഇരുളാകാതിരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞില്ലെങ്കിൽ ആകെ കുഴപ്പമായി പോയി. ഒരു വിശ്വാസിയും എന്താകത്തില്ല? ഇരുളാകത്തില്ല. കാരണം നമ്മളെ ഇരുളായിരുന്നു നമ്മളെ വെളിച്ചമാക്കിയതാ. രക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ല, നമ്മൾ ഒരിക്കലും ഇരുളാകത്തില്ല. പക്ഷേ നമ്മിലുള്ള വെളിച്ചം ഇരുളാകാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്? നമുക്ക് ലഭിച്ച പ്രകാശം, നമുക്ക് ലഭിച്ച ഒരു കാഴ്ചപ്പാട് അത് നഷ്ടപ്പെട്ടു പോകുവാനോ അതിരുളായി പോകുവാനോ സാധ്യതയുണ്ട്. ഞാനതിന് സാധാരണയായിട്ട് വർഷങ്ങളായിട്ട് പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതിനപ്പുറം ഉദാഹരണം എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ വീണ്ടും അത് പറയാം. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ജനലിലിട്ടിരിക്കുന്ന കണ്ണാടി എന്ന് പറയുന്നത് അതിന്റെ വെളിയിൽ നിന്ന് പ്രകാശം അകത്തേക്ക് വരാനും വെളിയിൽ നിന്ന് പൊടി അകത്തേക്ക് വരാതിരിക്കാനുമാണ്. വെളിയിൽ നിന്ന് പ്രകാശം അകത്തേക്ക് വരാനും പൊടി അകത്തേക്ക് വരാതിരിക്കാനുമാണ്. ആ ജനലിന്റെ പാളിയിൽ ഒരു ലെയർ പൊടി അടിച്ചു, നമ്മൾ സാരമില്ല നാളെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടാമതൊന്നുകൂടെ അടിച്ചു, ഒരാഴ്ച, 2 ആഴ്ചയായി, 3 മാസമായി, 4 മാസമായി. ആ ജനലിന്റെ അങ്ങേ സൈഡിൽ നല്ല കട്ടിയായിട്ട് പൊടിപടലം വന്നിരിക്കുക. പൊടി അകത്ത് വന്നോ? ഇല്ല. പൊടി എവിടെ ഉണ്ട്? കണ്ണാടിയിലുണ്ട്. ഇനി പ്രകാശം അകത്ത് വരുമോ? എന്താ വരാത്തെ? പൊടിയുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? വിശ്വാസ ജീവിതത്തിൽ ഒരു കുറ്റം സംഭവിക്കും, ഒരു തെറ്റ് സംഭവിക്കും, ഒരു നോട്ടമായിരിക്കാം, ചിന്തയായിരിക്കാം, സംസാരമായിരിക്കാം, കുറ്റം പറച്ചിലായിരിക്കും, എന്തുമായിട്ട് എന്ത് വന്നാലും അപ്പോൾ തന്നെ ഞാൻ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി. ഈ മനസാക്ഷി എന്ന് പറയുന്നത് ഈ കുറ്റം കൊണ്ടങ്ങ് ചൂട് പിടിച്ച മനസാക്ഷിയായി പോകും. തൊട്ടാൽ പോലും അറിയത്തില്ല. പിന്നെ പ്രകാശം അകത്തേക്ക് വരത്തില്ല. ബൈബിൾ ക്ലാസ്സിന് പോയാലും കൺവെൻഷന് പോയാലും ബൈബിൾ വായിച്ചാലും പ്രകാശം അകത്തേക്ക് വരത്തില്ല. കാരണം എന്നാ? ഒത്തിരി ഇരിക്കുന്നു ക്ലീൻ ചെയ്യാൻ, ബാക്കിയിരിക്കുന്നു. ഇതുകൊണ്ട് നടക്കുന്നേ. നിന്നിലുള്ള പ്രകാശം ഇരുളാകാൻ സാധ്യതയുണ്ട്. നീയല്ല, നിന്നിലുള്ളത്. നമ്മൾ പറഞ്ഞിട്ടില്ലയോ ചിലരെ കുറിച്ച്? തെറ്റാ പറയുന്നെങ്കിൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ലയോ? പുള്ളിക്കൊരു കാഴ്ചപ്പാട്
നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലരെക്കുറിച്ച്, ഇല്ലയോ? സത്യമാണ്. കാഴ്ചപ്പാട് പോയതാ, ഉണ്ടായിരുന്നു. ഇതാ ഇവിടുത്തെ വിഷയം. എന്തുവാ? നീ ആരാ? കുരുടൻ. നീ കുരുടൻ. അത് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഈ കുരുടനെ ആയതുകൊണ്ട് എന്താ പരിഹാരം പറഞ്ഞേക്ക് നോക്കിക്കുക. 18ാമത്തെ വാക്യം, വെളിപ്പാട് 3:18. എന്നോട് വിലയ്ക്ക് വാങ്ങാം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, പശ്ചാത്തലം പറഞ്ഞായിരുന്നല്ലോ. അവർക്ക് കണ്ണ് രോഗവിദഗ്ധന്മാരുള്ള സ്ഥലമാണ് ലവോദിക്ക. മാത്രമല്ല കണ്ണിന്റെ അസുഖത്തിന് ഉതകുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളും അവിടെ ഉണ്ട്. ചരിത്രത്തിലെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് കർത്താവരുടെ കാര്യം സംസാരിക്കുന്നത്. പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളെ കണ്ണസുഖം വരുമ്പോൾ ഡോക്ടറെ കാണാൻ പോകത്തില്ലയോ? ഡോക്ടർ കണ്ണ് പരിശോധിച്ചിട്ട് മരുന്ന് തരത്തില്ലയോ? എഴുതാനായിട്ട് മരുന്ന് തരത്തില്ലയോ? അതിപ്പോൾ നിങ്ങളുടെ കണ്ണിന് കാഴ്ച ഉണ്ടാകത്തില്ലയോ? അതുപോലെ ഞാൻ പറയുന്നു, നിങ്ങളുടെ കാഴ്ചപ്പാട് കുറഞ്ഞുപോയി. നിങ്ങൾക്ക് പ്രകാശമില്ല ആത്മീയകാര്യത്തിൽ. നിങ്ങൾ എന്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളുടെ കണ്ണിൽ എഴുതാൻ ലേപം തരാം എന്ന് പറഞ്ഞാൽ ആത്മീയകാര്യത്തിൽ പരാജയം വന്നത് തരാൻ എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ബാഹ്യ കണ്ണിന്റെ പരിഹാരത്തിന് നിങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച തരണമെങ്കിൽ ആർക്കേ പറ്റൂ? എന്നെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞു എന്നോട് വാങ്ങില്ലേ. എന്താ ഇതിന്റെ ആശയം? നമുക്ക് 2-3 വാക്കുകൾ വായിക്കാം, അപ്പോൾ മനസ്സിലാകും. പത്രോസിന്റെ 2ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം, 2 Peter chapter 1, അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പത്രോസ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് സ്ഥിരതയും പരിജ്ഞാനം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞേക്കുന്നു. കണ്ടോ വാക്യം? 1-ന്റെ 5-ാമത്തെ വാക്യം മുതൽ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് സ്ഥിരത, ഇങ്ങനെയെല്ലാം കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറയുന്നു. 8-ാമത്തെ വാക്യം, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ മനസ്സിലായല്ലോ. ഈ പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങൾ നമുക്കുണ്ട്. ഒന്നിനോടൊന്ന് ചേർത്ത് വർദ്ധിപ്പിച്ച് വരണം. വിശ്വാസം, വീര്യം, പരിജ്ഞാനം എല്ലാം വർദ്ധിപ്പിച്ച് വരണം. അങ്ങനെ വന്നാൽ നിങ്ങൾ പരിജ്ഞാനമില്ലാത്തവരും നിഷ്ഠൂരന്മാരും ആയിരിക്കില്ല. ഇനി അതല്ലെങ്കിലോ അടുത്ത എന്തുവാ? അവയില്ലാത്തവനോ വിശ്വാസികളോട് പത്രോസ് പറയാ, അവയില്ലാത്തവന് കുരുടനത്രേ, അവൻ ഹസ്വദൃഷ്ടിയുള്ളവനാണ്, ഷോർട്ട് സൈറ്റാ, മുമ്പത്തെ പാപം മറന്നുപോയവനോ. രക്ഷിക്കപ്പെട്ട കാര്യമേ അങ്ങ് മറക്കുക. എന്താ? കർത്താവിനോട് ക്ഷമിച്ചു. അതിന് ശേഷം നിരന്തരം പല കാര്യം ചെയ്തിട്ടും കർത്താവ് കരുണയോട് എന്നോട് ക്ഷമിച്ചതാ. ഇതെല്ലാം മറക്കുക, ഇഷ്ടംപോലെ ജീവിക്കുക. ഈ കാര്യത്തിൽ ഒരു ആത്മീയമായ വളർച്ചയില്ല, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ളവൻ കുരുടൻ. വിശ്വാസികൾ പറയുക. കുരുടൻ മാത്രമല്ല, പിന്നെ ഹസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? കണ്ണാടി വെക്കുമ്പോൾ ചോദിക്കുക, എന്താ പറ്റി കണ്ണാടി? അതെ, ഷോർട്ട് സൈറ്റാ. പിള്ളേർക്കുള്ളൊരു അസുഖം ഷോർട്ട് സൈറ്റാ എന്ന് വെച്ചാൽ ദൂരക്കാഴ്ചയില്ലെന്ന്. വിശ്വാസിക്കില്ലാത്ത അതാ. എന്തുവാ? ദൂരക്കാഴ്ച. നാളത്തെ കാര്യം, ആത്മീയ കാര്യം, ഭാവി കാര്യം അതില്ല. എന്തുപറ്റി? ഇവിടെ മുമ്പ് പറഞ്ഞിരിക്കുന്ന 8 കാര്യത്തിൽ പരാജയം വന്നു. വീട്ടിൽ പോയി സാവകാശം, ഇപ്പോൾ ഒത്തിരി അസൈൻമെന്റ് തന്നിട്ടുണ്ട്, വീട്ടിൽ പോയി സാവകാശം വായിച്ചു നോക്കാതെ. വിശ്വാസം, വീര്യം, പരിജ്ഞാനം അത് ഒന്നിനോടും ചേർത്ത് വളർന്നു വരണം. വളർന്നു വന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പരാജയമാണ് ഈ പറഞ്ഞത്. അങ്ങനെയുള്ളവൻ ഹർസ്വദൃഷ്ടിയുള്ളവനായിട്ട് തീരും എന്ന. അതുകൊണ്ട് എന്താ? കണ്ണിലെഴുതാൻ ലേപം എവിടെ കിട്ടും? ഇവിടെ കിട്ടും, സ്വത്തിൽ കിട്ടും. ഇത് പാലിച്ചാൽ മതി. ഇത് പാലിച്ചാൽ നിങ്ങൾ കാഴ്ചയുള്ളവരാ. പാലിച്ചില്ലെങ്കിൽ കുരുടന്മാരാ, ഹ്രസ്വദൃഷ്ടിയുള്ളവരാ. അത് പാലിച്ച് മുൻപോട്ട് പോകണമെന്നാണ് പത്രോസ് നമ്മോട് പറയുന്നത്. ഒരു വാക്കോടെ പറഞ്ഞ് ഞാനത് ബാക്കി അത് അവസാനിപ്പിക്കാം. ഈ കാഴ്ചപ്പാടുണ്ടാകുവാനായിട്ട്, അതും ഈ വചനം പാലിക്കുമ്പോഴുണ്ടാകുന്ന കഷ്ടത നമ്മളെ കാഴ്ചപ്പാടുള്ളവരാക്കി തീർക്കും. വചനം പാലിക്കുമ്പോഴുണ്ടാകുന്ന കഷ്ടത സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് അല്ല, ലോങ് സൈറ്റാ. പ്രത്യാശ ആക്കി തീർക്കും. അതിൻ്റെ ഒരു ലളിതമായ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം ഒരു കുരുടന് കാഴ്ച കൊടുത്ത കാര്യമാണ്. അത് ഒരു ആശയം പറയുവാണ്, ഒരു ഉപദേശമായിട്ട് ചിന്തിക്കണ്ട. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് കണ്ടു. 9-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 9. അവനോട് പറയുന്നത്,
6-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി. അല്ലേ? അവന്റെ കണ്ണിന്മേൽ പൂശി. അപ്പോ ഈ ചേറ് പൂശണമെങ്കിൽ ഈ അന്ധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല അന്ധന്മാരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് കണ്ണടഞ്ഞിരിക്കുന്ന അന്ധന്മാരുണ്ട്. അല്ലേ? ഉണ്ട്. പിന്നെ കൂടുതൽ അന്ധന്മാർ അങ്ങനെയുള്ള കണ്ണ് തുറന്നിരിക്കുന്നവരാ. ഇല്ലയോ? അന്ധന്മാർ കണ്ണ് തുറന്നിരിക്കുന്നവരാ. അവരുടെ കണ്ണിന് ഒരു 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 പ്രത്യേക കളറാണ്. നമ്മുടെ കണ്ണ് പോലല്ല, ഒരു മിൽക്കി കളറാണ്. കൃഷ്ണമണിക്കും വേറൊരു കളറാണ്. കണ്ണ് തുറന്നിരിക്കും, കണ്ണ് കാണത്തില്ല. അപ്പോൾ ചേറുണ്ടാക്കി പൂശുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകുമോ? ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ? നിശ്ചയമായിട്ടും. മനസ്സിലായോ? എന്നിട്ട് പറയുന്നത് നീ പോയി കഴുകാൻ പറയുന്നത്. അപ്പോൾ കഴുകി കണ്ണ് കാണുന്നവനായിട്ട് വന്നു. ഒരു ഇറിറ്റേഷൻ ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, ഒരു അരോചകത്വം ഉണ്ടായി. അതവൻ അനുഭവിച്ചു, അതവൻ സമ്മതിച്ചു. അതുകൊണ്ട് അവൻ എന്ത് കിട്ടി? കാഴ്ച കിട്ടി. ഇത് തൂത്തുകളന്ന്, ഇത് ആ പടം തൂത്തെടുക്കുന്നു എന്നവൻ പറഞ്ഞോ? പറഞ്ഞില്ല. നമ്മളങ്ങനല്ലല്ലോ. നമുക്കൊരു കഷ്ടത വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ ഉടനെ നമ്മൾ എന്ത് നമ്മുടെ പ്രാർത്ഥന എന്തുവാ? എത്രയും പെട്ടെന്ന് വായിച്ചിട്ടില്ലയോ? വാർത്ത വരുന്നവർക്ക് അങ്ങനെയല്ലേ? നമ്മുടെ വാട്സാപ്പിലൊക്കെ സഹോദരന് രോഗമായിട്ട് കിടക്കുന്നു, ഓപ്പറേഷനാണ്, എത്രയും പെട്ടെന്ന് അതങ്ങനെ എത്രയും പെട്ടെന്ന് സൗഖ്യം കിട്ടുന്നു. കർത്താവിന്റെ പദ്ധതി ഉണ്ട്. ആ സഹോദരന് 1.5 മാസം ബെഡിൽ കിടക്കണം, ശാന്തമായിട്ട് ചിന്തിക്കണം, ഇതെന്താണ്, കർത്താവിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആത്മാവിൽ ബലപ്പെടണം. അങ്ങനെ പർപ്പസ് ദൈവത്തിനുണ്ട്. നമ്മൾ പറയുന്നത് എന്തുവാ? എത്രയും പെട്ടെന്ന് ആ സൗഖ്യം കിട്ടത്തൊന്നുമില്ല. അങ്ങനെ കിട്ടത്തില്ല. കർത്താവ് സമയത്തെ കിട്ടത്തുള്ളൂ. അല്ലയോ? ശരിയാണോ? കർത്താവ് ഉദ്ദേശമുണ്ട്. അപ്പോഴേ എഴുന്നേപ്പിക്കത്തുള്ളൂ. അപ്പോൾ എഴുന്നേപ്പിച്ചാൽ മതി. അപ്പൊ ബുദ്ധിമുട്ട് നമ്മളെ എന്തിലേക്ക് കൊണ്ടുവരും? കണ്ണു തുറക്കുന്നതിലേക്ക് കൊണ്ടുവരും. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നല്ലതാണെന്ന് ചിന്തിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ ഓർത്തു. കർത്താവ് അവരോട് കുറവ് പറഞ്ഞ് അവരെ അങ്ങ് വിടുവല്ല. ഇന്ന കുറവുകളുണ്ട്, വാ എൻ്റെ അടുത്ത് വാ, എന്നോട് വിലയ്ക്ക് വാങ്ങ്. ബാക്കിയുണ്ട്, പിഞ്ചിക്കുമ്പോൾ ഷോട്ട് പറയാം. വിലയ്ക്ക് വാങ്ങെന്ന് പറഞ്ഞാൽ നീ കുറച്ച് അതിന് വില കൊടുത്തേ പറ്റൂ. നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ പരിജ്ഞാനം എല്ലാം നീ വില കൊടുക്കണം. നീ അതിന് സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്ത് എന്നോട് കൂടെ സമയം ചിലവഴിക്കുക, എന്റെ വലത്തും പോകാൻ സമയം ചിലവഴിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് വില കൊടുക്കാൻ പറഞ്ഞത്? രക്ഷ ഞാൻ തന്നത് എങ്ങനെയാണ്? ഫ്രീ ആയിട്ടാണ്. അതിന് ഞാനാണ് വില കൊടുത്തത്. ഇനി നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് എന്നെ കൊണ്ട് വില കൊടുക്കാൻ പറ്റത്തില്ല. ആര് വില കൊടുക്കണം? നീ തന്നെ കൊടുക്കണം. കർത്താവ് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ആ സഭയെ കരുണയോട് കാക്കുക, അവരെ മടക്കി വരുത്തുക. നമുക്ക് മടങ്ങി വരുവാൻ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം ഇന്ന് കേട്ടെങ്കിൽ മടങ്ങി വരാം, അത് തീരുമാനിക്കാം, കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ചിന്ത അത് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.